ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മ. ആൾ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയാണ്. കുറച്ചു പേരുള്ളൂ. ശാന്തി ഭവനം കുരുന്നുകൾക്ക് ഒരു സ്നേഹവിരുന്ന് പരിപാടിയാണ്. ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കല് രണ്ടത്താണി പൂവഞ്ചിന എന്ന സ്ഥലത്താണ്. 74ഓളം പിഞ്ചു മക്കൾ, ചെറിയ മുലവടിക്കുന്ന മക്കൾ മുതൽ +2 ഡിഗ്രി വരെ പഠിക്കുന്ന മക്കളുണ്ട്. ആരാരുമില്ലാത്ത അമ്മത്തൊട്ടിൽ പോലെ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാതെ ഒരു പറ്റം കുട്ടികൾ താമസിക്കുന്ന ഒരിടമാണ് ഇവിടെ നമ്മളിവിടെ ഒരു ദിവസം ഇവരോടൊപ്പം കളിയുമായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിലുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കാനുള്ളതാണ്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എന്നോട് ഇവിടുത്തെ നാസർമാഷ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മാനോക്കാനോട് ഇവിടുന്ന് ശാന്തി ഭവനിലെ ആളുകള് ഒരു റിക്വസ്റ്റ് ചെയ്തു, ഈ സ്ഥാപനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, പബ്ലിക്കിൽ എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അങ്ങനെ മാനോക്കാക്ക് കിട്ടിയ ഒരു ക്ഷണമാണ് ഇന്ന് ഞങ്ങൾ ഏകദേശം 10-25ഓളം വി ക്രിയേറ്റേഴ്സിന്റെ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായ അബ്ദുൽ നാസർ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. വി ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണി ശാന്തി ഭവന് സന്ദർശനം നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പല രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതിലും സന്തോഷിക്കുന്നു. ശാന്തി ഭവൻ ഒരു 8 വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി വരികയാണ്. ഇപ്പോൾ ജനിച്ചത് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു. അവർക്ക് വിദ്യാഭ്യാസപരമായ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ അടുത്ത കാലത്തായി ചോലനായിക്കൻ വിഭാഗത്തിൽപ്പെട്ട 4 കുട്ടികളും അവരുടെ അമ്മയും ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുണ്ട്. ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇതിന്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബ്രൽ പാൾസി, ഓട്ടിസം, അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്ട്, ഏകദേശം 8 കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രൊജക്റ്റാണ്. അതിനുവേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവന്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഇനി അതിന് ബിൽഡിംഗ് വേണം. 16,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ്. അങ്ങനെ 16,000 പേര് 2,000 രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബുള്ളറ്റ് മാനു ബാസി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ. നമ്മളെ സോഷ്യൽ മീഡിയ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, നമുക്ക് ജീവിതത്തിൽ എന്ത് ബാക്കി വെച്ച് പോകാൻ പറ്റും എന്നുള്ള ഏറ്റവും ഈ ഒരു വീഡിയോസുകളും കാര്യങ്ങളും ഇവിടെ കാണുന്നത് നമ്മളെ മക്കളെ പോലുള്ള മക്കളാണ്. ഇതിനൊക്കെ ആയുഷു ഇവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ജുസൈന, ഇവരൊക്കെ അവരൊക്കെ ജുസൈനോടെ ഒക്കെ വന്നതാണല്ലോ അല്ലെ. കുട്ടികളെ കൂടെ ഇന്നത്തെ ദിവസം നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ മാഷോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഏകദേശം ഉദാഹരണം പറഞ്ഞതും ബാക്കി കാര്യങ്ങളിലേക്ക് ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും
മിഴികൾ നിറയുന്നതെന്തേ അതിലെന്റുമ്മാന്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെന്റുമ്മാന്റെ മുഖമേ ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെന്റുമ്മാന്റെ സ്വരമേ ഉരുകുന്ന നേരം ഉമ്മാനെ വേണം ഉടനെ തഴുകിടും വ്യതമാറും. വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹവീട് എന്നൊരു കൂട്ടായ്മയിലൂടെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മാനൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. പല തുള്ളി പെരുവെള്ളം നമ്മളെ കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക? കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ പരിപൂർണമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊതിക്കുന്നവരാണ്. ഇവിടെ വരുമ്പോ നമ്മളാണ് അവരെ അച്ഛനും അമ്മയും, നമ്മളാണ് അവരെ സഹോദരി സഹോദരങ്ങള്. അപ്പൊ ഫ്രീ ടൈമിലൊക്കെ ഇടയ്ക്കൂടെ വരിക, ഈ കുരുന്നുകളെ ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് എന്താണ് അവർക്ക് നൽകാൻ പറ്റുക അത് നൽകുക. ഏറ്റവും ആദ്യം നിങ്ങൾ നൽകേണ്ട സ്നേഹമാണ്, ചേർത്ത് പിടിക്കലാണ്. ഇവിടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക, അവരെ ചേർത്ത് പിടിക്കുക. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ 7 ലക്ഷം രൂപ ചെലവാണ്. അപ്പൊ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുക? അവരെ ഗൂഗിൾ പേ നമ്പറും സ്കാനറൊക്കെ നമ്മൾ ആഡ് ചെയ്യും. നിങ്ങൾ എല്ലാവരും സഹായിക്കുക. ബി ക്രിയേറ്റേഴ്സ് ഫാമിലിയുടെ വന്നു പോയതിനു ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കൽ നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇത് ശാന്തി ഭവനത്തിന്റെ മക്കളല്ല, ഇവര് നമ്മുടെ മക്കൾ കൂടിയാണ്. നമ്മളെ മക്കൾക്ക് ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. ബി ക്രിയേറ്റേഴ്സ് ഇനി ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും. അതെ, അതുപോലെ തന്നെ നിങ്ങൾക്കും കുടുംബസമേതം വരാം, സ്കൂൾ ഗ്രൂപ്പായിട്ട് വരാം, അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പിന്നെ ഫംഗ്ഷനുകൾ സെലിബ്രേഷനുകൾ നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ വിവാഹ പിന്നെ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ മക്കളോടൊപ്പം വരാം. ഇതിനൊക്കെ ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാം, അതിൽ സാമ്പത്തിക സഹായം കൊടുക്കാം. ഇതൊക്കെ നമ്മളെ മാത്രം കുറച്ച് ആളുകൾ വീഡിയോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ കാണുന്നവരെ ഉത്തരവാദിത്തം കേട്ടോ. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിങ്ങളൊക്കെ ജോലി ചെയ്യണം. കാരണം നിങ്ങളെ ചുറ്റുവട്ടത്ത് കണ്ണുമുന്നിൽ നമ്മളൊക്കെ പരിസരത്ത് കുട്ടികളുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയിട്ടാന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മൾ വിവാഹത്ത് കൊണ്ട് മാത്രമായിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ 1 രൂപയാണെങ്കിൽ 50 രൂപ, 10 രൂപ, 20 രൂപ ഈ ഇതിൽ അയച്ചു കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി നിങ്ങളെ സഹായം ചെയ്തു കൊടുക്കുക. ഇവരൊക്കെ വളർന്നു വരട്ടെ, വലുതാവട്ടെ, സമൂഹത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.